വെടിമരുന്ന് ദുരന്തമുണ്ടായത് കനത്ത ചൂട് കാരണമല്ലെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ട് സാധ്യത ഉൾപ്പെടെ പരിശോധിക്കണമെന്നാണ് പെസോയുടെ നിർദ്ദേശം. അപകടം തൃശൂർ സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ 18-അംഗ സംഘം അന്വേഷിക്കുകയാണ്. വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റാൻ ശുപാർശ നൽകുമെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ലൈസൻസോടെയാണ് വെടിക്കെട്ട് നിർമ്മാണം നടന്നിരുന്നതെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും പാലിച്ചിരുന്നോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കനത്ത ചൂടല്ല അപകട കാരണമെന്നാണ് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ട് സാധ്യത പരിശോധിക്കുന്നുണ്ട്. അപകട കാരണം എന്താണ് എന്നതിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റിപ്പോർട്ട് നിർണായകമാകും. തൃശൂർ സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ 18-അംഗ സംഘം അപകടം അന്വേഷിക്കും. നമ്മുടെ ACP ക്രൈംബ്രാഞ്ച് തൃശൂർ സിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പുറമെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അപകടം നടന്ന സ്ഥലത്ത് വാഹനങ്ങൾ എത്താൻ കഴിയാത്തത് വീഴ്ചയാണെന്ന് ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ചുമതലയുള്ള CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഷെഡുകൾ അടുത്തടുത്ത് വന്നതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. വെടിക്കെട്ടിന് പാറ്റേൺ മാറ്റാൻ ശുപാർശ കൊടുക്കുമെന്നും CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. ഈ അപകടത്തിന്റെ വ്യാപ്തി വളരെ കൂടുതലാണ്. ഒരുപക്ഷെ വെടിക്കെട്ടിന്റെ പാറ്റേൺ തന്നെ മാറ്റാൻ സാധിക്കുമായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ശുപാർശ ചെയ്യും. അപകട സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ടർ, തൃശൂർ.